ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അർജുനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗീസ് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു മാരേജ് ഫംഗ്ഷൻ പോകാൻ, അതായത് റിലേറ്റീവ്സിൻ്റെ ഒരു മാരേജ് ഉണ്ട്. അപ്പോൾ അതിന് പോകാനായിട്ടൊക്കെ ഇതാ ഇങ്ങനെ റെഡിയായി നിൽക്കുന്നു. അപ്പോൾ നമ്മളെ ഫാമിലി ആയിട്ട് എല്ലാവരും ഉണ്ട്, ഇങ്ങനെ പോകാനായിട്ട് റെഡിയാവുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാമെന്ന്. അപ്പം കുറച്ച് ദിവസമായില്ല വീഡിയോ ഒക്കെ ഇട്ടിട്ട്, അപ്പം സമയം ഇല്ലാത്തത് കൊണ്ടിട്ടാണ്. പിന്നെ ഡെയിലി വ്ളോഗൊന്നും അല്ല, സമയം കിട്ടുമ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസൊക്കെ പിടിച്ചിടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ അൽഹംദുലില്ലാഹ് സുഖം. മക്കളൊക്കെ സ്കൂളിൽ പോയി. പിന്നെ മക്കൾക്കൊക്കെ എക്സാമൊക്കെ അടുത്ത് വരുന്നുണ്ട്, യൂണിറ്റ് ടെസ്റ്റ് നടക്കുന്നു. അങ്ങനെ അവരവരുടേതായ തിരക്ക്. പിന്നെ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. ഓക്കെ, അങ്ങനെ കേസ് ഞങ്ങളതാ പോകാനായിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഉമ്മയും ഉപ്പായും ഉണ്ട്, കുടുംബ വീട്ടിൽ നിന്ന്. അപ്പോൾ നമ്മൾ 4 പേരും കൂടിയാണ് പോകുന്നത്. അപ്പം മാരേജ് എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ കടുവയിൽ, അതായത് കല്ലമ്പലം, ട്രിവാൻഡ്രം കല്ലമ്പലം കടുവയിൽ KTCT ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് മാരേജ് ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ട് പോവുകയാണ്. അപ്പം നജാസും ഉമ്മായും ഉപ്പായൊക്കെ ഉണ്ട്. അപ്പോൾ അവരും അവരുടെ വണ്ടിയിൽ വരും. അപ്പോൾ നമ്മളെന്താ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ ഉമ്മ ഉണ്ട്, ഞാനുണ്ട്. അങ്ങനെ ദേ ഓഡിറ്റോറിയം എത്തിയിട്ടുണ്ട്. അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ നമ്മളെ വീഡിയോയിൽ കാണാം. ഓക്കെ, ഇതേ കണ്ടില്ലേ നമ്മുടെ ഫാമിലിയിലുള്ളവരെല്ലാവരും, അതായത് ഉമ്മയുടെ ഫാമിലിയാണ്. അപ്പോൾ എല്ലാവരും എന്താ ഒരുമിച്ച് കണ്ടപ്പോൾ ആ ഒരു സന്തോഷമാണ്. ദിവസമായിരുന്നു. അപ്പം ഇപ്പോൾ സന്തോഷം ഉണ്ടാവാൻ കാരണം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഒരുപാട് ബന്ധുക്കൾ, അതായത് നമ്മുടെ ഫാമിലിയിലുള്ളവരെ ഇതുപോലൊരു കാര്യങ്ങൾ വരുമ്പോഴായിരിക്കുമല്ലോ നമ്മൾ കാണുന്നത്. അപ്പം ഓരോ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് എല്ലാവരും ഒരുമിച്ച് കൂടുന്നത്. അങ്ങനെ എല്ലാവരും ഒരുമിച്ച് കണ്ട സന്തോഷത്തിലാണ്. അപ്പം എന്താ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് അപ്പം എന്താണ് താലികെട്ട് ചടങ്ങ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പെൺകുട്ടി ഇതാ സ്റ്റേജിലേക്ക് കൊണ്ടുവരാണ്. അപ്പം എന്തായാലും നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.
ഫംഗ്ഷനൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ആ ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കണം. അപ്പം ഒരു രക്ഷയില്ല, പോലെ ഫുഡ് തന്നെയാണ്. അവർ കാറ്ററിംഗ് സർവീസും അടിപൊളിയായിരുന്നു. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഇളക്കുന്നത് എന്താണെന്നല്ലേ വിചാരിക്കുന്നത്. അപ്പോൾ ഈ ഇളക്കുന്നത് ചൗരിയാണ്. അപ്പം ചൗരി എന്ന് പറയുമ്പം വേറെ എന്തോ സാഗുനരി എന്തോ വേറൊരു പേര് കൂടി പറയും. സംഭവം ഇത് പായസം വയ്ക്കാനായിട്ട് ഞാൻ ചൗരി ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ വൈകുന്നേരം ആയിട്ടുണ്ട്. അപ്പം മക്കൾ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്ക് അവർക്ക് ചായയ്ക്കും എന്തെങ്കിലും സ്നാക്സ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ചിക്കൻ നഗറ്റ്സ് ഇരിക്കുന്നു, അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാമെന്ന്. അങ്ങനെ ഞാനത് എടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമുക്ക് എന്തായാലും കാണാം. ഓക്കെ. അപ്പോൾ നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഗെയ്സ് നമ്മൾ 2 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്തോത്തിനെന്ന് വെച്ചാൽ അടുത്തത് ബ്രെഡ് മുട്ടയിൽ മുക്കി പൊരിക്കാനാണ്. അപ്പോൾ അതിവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ, മക്കൾക്ക് ചായയോടെ. ഞാൻ വിചാരിച്ചെങ്കിൽ ഒന്ന് ലൈറ്റായിട്ട് ഉണ്ടാക്കി കൊടുക്കാമെന്ന്. അപ്പം എന്തായാലും നമ്മൾ ബ്രെഡ് മുട്ടയിൽ മുക്കി ഒന്ന് പൊരിച്ച് കൊടുക്കുകയാണ്. അപ്പം ആദ്യം ഇപ്പോൾ നമ്മൾ ചിക്കൻ നഗറ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇതും കൂടി റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിത് ഇത് നന്നായിട്ടൊന്ന് അടച്ചെടുക്കണം. ഉപ്പിട്ടിടണം കേട്ടോ. പിന്നെ മധുരം നമുക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. അതായത് നമുക്കിപ്പോൾ മധുരം വേണമെന്നില്ല. നമുക്ക് ഈ മുട്ടയിൽ ശകലം ഉപ്പിടുമ്പോൾ തന്നെ നല്ലത്. മധുരം വേണമെന്നില്ല. ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഞാൻ ഈ ഒരു ഇതെടുത്ത് എന്താണെന്നറിയോ, കുഴിയുള്ള ബൗളാകുമ്പോഴത്തേക്ക് പാടാണ് ബ്രെഡ് ഇട്ട് മുക്കിയെടുക്കുന്നത്. ഇതാകുമ്പോൾ കുഴപ്പമില്ല. നമ്മുടെ ചിക്കൻ നഗറ്റ്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കോരി എടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ഇതായിട്ടുണ്ട് ഇത്. അപ്പോൾ നമ്മുടെ നഗറ്റ്സ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് കൂടി കൊടുത്ത് മയോണൈസ് ആയാലും കുഴപ്പമില്ല, ടൊമാറ്റോ സോസ് ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഗേസ് നമ്മളുടെ ബ്രെഡ് ബജിയും ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹലോ ഗേസ്, അപ്പോൾ നോക്കിക്കേ, നമ്മുടെ ബ്രെഡ് ബജിയും ചിക്കൻ നഗറ്റ്സും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കട്ടൻ ചായയും കൂടി ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് പോകുന്നു. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഗേസ് മയോണൈസ് ഇരിപ്പുണ്ട്. അപ്പം നമ്മളത് ഇതിലൊന്ന് മുക്കിയിട്ട് എടുത്ത് കഴിച്ച് നോക്കാൻ ടേസ്റ്റ് ഉണ്ടാകുന്നുള്ളത്. സാധാരണ ടൊമാറ്റോ സോസിലാണ് ഇത് മുക്കിയിട്ട് കഴിക്കുന്നത്. നമ്മൾ മയോണൈസിൽ മുക്കിയിട്ട് കഴിച്ച് നോക്കട്ടെ. കൊള്ളാം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഈ സംഭവം ടൊമാറ്റോ സോസിൽ മുക്കി കഴിച്ചിട്ടേ ഉള്ളൂ, പക്ഷേ മയോണൈസിൽ മുക്കി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം. അതായത് ചിക്കൻ ഉണ്ടല്ലോ, ചിക്കൻ അവിച്ചിട്ട്
ജസ്റ്റ് ഒന്നിനെ വേവിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ചെടുക്കണം. വെള്ളം വന്നു പോയതിന് ശേഷം മിക്സിയിലൊന്ന് അരച്ചെടുക്കണം. എന്നിട്ട് ബ്രെഡ് പൊടിയും കോൺഫ്ലവറും കൂടെ ഇട്ട് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇതാക്കി എവിടെയും ശേഷം നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിലാക്കി ഇതുപോലെ ഫ്രൈ ചെയ്ത് കഴിക്കാം. പക്ഷേ സംഭവം നല്ല ടേസ്റ്റ്. ഇത് ബ്രെഡ് മതി, ബ്രെഡ് പൊടിയും പിന്നെ കോൺഫ്ലവറും പിന്നെ ചിക്കൻ വേവിച്ചത് ഉപ്പ് ഇട്ടിട്ട്. പക്ഷേ സംഭവം അടിപൊളിയായിട്ടാണ്. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഈ മയോണൈസിൽ മുക്കി കഴിക്കുന്നത് ആദ്യമായിട്ടാണ്. അങ്ങനെ കേസ് കുറച്ച് ജാമ്പയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കഴിച്ചു കേട്ടോ, നല്ല ടേസ്റ്റ്. പിന്നെ ഇതാ അച്ചാറിൻ്റെ ഓർഡറുണ്ട്. അപ്പം ഇനി കുറച്ച് ജോലി കൂടിയുണ്ട്. അപ്പോൾ എന്തായാലും കുറച്ച് മീൻ അച്ചാറിൻ്റെ ഓർഡറുണ്ട്. അപ്പോൾ അതിനുള്ള ജോലി തുടങ്ങാൻ പോവുകയാണ്. അപ്പം നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. നെക്സ്റ്റ് വീഡിയോയുമായി കാണാം. ഓക്കെ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.